refraction through spherical lenses. Spherical lenses. നമ്മൾ മിററിലെ റിഫ്ലക്ഷൻ പഠിച്ച പോലെ തന്നെ ഇതിൻ്റെ റിഫ്രാക്ഷൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് സ്പെരിക്കൽ ലെൻസസ് എന്ന് ആദ്യം പഠിക്കാം. സ്പെരിക്കൽ ലെൻസ് എന്താണെന്ന് പഠിക്കാം. സ്പെരിക്കൽ ലെൻസ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്, ബൗണ്ടഡ് ബൈ 2 സർഫസ് ആണ്. അതായത് 2 സർഫസ് കാണും. അതായത് ഒരു സർഫസ് ഇത്, ഒരു സർഫസ് ഇത്, അല്ലെങ്കിൽ ഒരു സർഫസ് ഇത്, ഒരു സർഫസ് ഇത്. അപ്പം 2 ട്രാൻസ്പെറൻറ്റ് ഇതിൽ ബൗണ്ട് ചെയ്യുന്ന സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെരിക്കൽ സർഫസ് എന്ന് പറയുന്നത്. ശരിക്കും അതെങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതെന്ന് അറിയോ? നേരത്തെ നമ്മൾ മിറർ ഉണ്ടാക്കിയത് എങ്ങനെയായിരുന്നു? ഫുട്ബോൾ പോലെ ഇരിക്കുന്ന ഒരു അകം പൊള്ളയായിട്ടുള്ള ഒരു ഗ്ലാസ് മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടായിരുന്നു മിറർ ഉണ്ടാക്കിയതെങ്കിൽ, ഇത് ഫുട്ബോൾ പോലെ ഇരിക്കുന്ന 2 അല്ലെങ്കിൽ ഫില്ലായിട്ടിരിക്കുന്ന ഫുട്ബോൾ പോലെ ഇരിക്കുന്ന 2 ഫുട്ബോൾ, അത് കംപ്ലീറ്റ്ലി ഫിൽഡാണ്, അത് പൊള്ളയല്ല, അകം പൊള്ളയായിട്ടിരിക്കുന്നതല്ല, ഫുൾ ഗ്ലാസ് മെറ്റീരിയലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ ഉരുക്കി ചേർത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതായത് ഇപ്പം 2 എന്താണ് വരയ്ക്കൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് കാണിച്ചു തരിക. ഇപ്പോൾ 2 ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? ഇങ്ങനെ 2 മെറ്റീരിയൽ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അവിടെ നിന്ന് ഇത്രയും ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റുക. കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നതിന് കണ്ടോ? ഇത്രയും ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി, ഇത്രയും ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി, ഇത്രയും ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി, ഇത്രയും ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. കണ്ടോ? ഇങ്ങനെ എടുക്കുന്ന ഈ ഒരു പീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ലെൻസ് എന്ന് പറയുന്നത്. ഇത് കോൺവെക്സ് ലെൻസാണ്. ഇനിയും കോൺകേവ് ലെൻസ് ഉണ്ട്. കോൺകേവ് ലെൻസ് അതേപോലെ തന്നെ കോൺകേവ് ലെൻസ് ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നോക്കിക്കോളൂ, കോൺകേവ് ലെൻസ് ശരിക്കും 2 സ്പിയർ ഉണ്ട്. 2 ഇതേപോലത്തെ 2 സ്പിയർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഫുൾ ഗ്ലാസ് മെറ്റീരിയലാണ്. മൊത്തത്തിൽ ഗ്ലാസ്സാണ്. മൊത്തത്തിൽ ഗ്ലാസ് ഇങ്ങനെ ഫില്ലായിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ഭാഗം അങ്ങ് വെട്ടിയെടുക്കും. ഇത്രയും ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ഭാഗം ഇവിടെ നിന്ന് അങ്ങ് വെട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പീസായിട്ട് മാറും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മുടെ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഒറ്റ സ്പിയറിൽ നിന്നായിരുന്നു കട്ട് ചെയ്തെടുത്തത് സ്പെരിക്കൽ മിറർ. ഇവിടെ 2 സ്പിയറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ഓർത്തോണം. ഓക്കെ. അപ്പം നേരത്തെ ഒരു സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് അവിടെ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചറും ഒരു ഫോക്കസും ഉള്ളായിരുന്നു. ഇവിടെ 2 ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ 2 സെൻറ്റർ ഓഫ് കർവേച്ചറും 2 ഫോക്കസും ഉണ്ട്. പക്ഷേ ഒരു ലെൻസിൻ്റെ ഒരു ഫോക്കസിനും ഒരു സെൻറ്റർ ഓഫ് കർവേച്ചറിനും മാത്രമേ പ്രിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ കോൺവെക്സിനാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനാണ് പ്രിഫറൻസ്. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളതിനാണ് പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് നമുക്ക് നോക്കാം, എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ആദ്യം സ്പെരിക്കൽ ലെൻസ് എന്താണെന്ന് എഴുതാം. എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ bound by 2 surfaces which are spherical form, അല്ല which are spherical എന്നിട്ട് കോമ ഇട്ടിട്ട് forms a lens. Which are spherical forms a lens. അതായത് 2 സ്പെരിക്കൽ സർഫസ് ചേർന്നാണ് ലെൻസ് ഉണ്ടാകുന്നതെന്ന് അർത്ഥം. എന്നിട്ട് എഴുതുക they are of 2 types. ഒന്ന് കോൺവെക്സിനെ നമ്മൾ കൺവേർജിങ് എന്ന് പറയും. കൺവേർജിങ് ലെൻസ് എന്ന് പറയും. നേരത്തെ നമ്മൾ കോൺകേവ് മിററിനെ ആയിരുന്നു കൺവേർജിങ് എന്ന് പറഞ്ഞത്. അവിടെ കോൺവെക്സ് മിററിനെ ഡൈവേർജിങ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. കോൺവെക്സിനെ നമ്മൾ കൺവേർജിങ് എന്നും കോൺകേവിനെ നമ്മൾ എന്തെന്ന് പറയും, ഡൈവേർജിങ് എന്നും പറയും. ഡൈവേർജിങ് ലെൻസ്. ഇനിയും ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യത്തേത് കോൺവെക്സ് ആണ്. കോൺവെക്സ് ഓർ കൺവേർജിങ് ലെൻസ്. കൺവേർജിങ് ലെൻസ്. It is a lens
in which middle portion is thicker, and edges are thinner, edges are thinner. അതായത് മിഡിൽ പോർഷൻ ആണല്ലോ തിക്കർ ആയിട്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ സൈഡിലോട്ട് അതിൻ്റെ പടം വരച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അതായത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ മിഡിൽ പോർഷൻ കണ്ടോ, ഈ ഭാഗത്ത് തിക്നെസ് ഉണ്ട്, ഈ ഭാഗം തിന്നാണ്. മനസ്സിലായോ? ഈ ഭാഗം തിക്കും, ഈ ഭാഗം തിന്നുമാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ, ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. ഇനി അടുത്ത ഡോട്ടിൽ എഴുതിക്കോ, ഇറ്റ് കൺവേർജസ് parallel beam of light on refraction through it. അടുത്തത്, it has real focus. അതിൻ്റെ ഫോക്കസ് റിയൽ ആണെന്ന് പറഞ്ഞാൽ, റിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സിൻ്റെ മാത്രമേ ഉള്ളൂ. നമുക്ക് നേരത്തെ കോൺകേവ് മിററിൻ്റെ കേസിൽ എല്ലാ ഇമേജുകളും റിയലും ഇൻവേർട്ടഡും ആയിരുന്നു, ഒരു ഇമേജ് ഒഴിച്ച്. ഇവിടെ അതേപോലെ തന്നെ കോൺവെക്സിൻ്റെ കേസിലാണ് എല്ലാ ഇമേജുകളും റിയലും ഇൻവേർട്ടഡും ആകുന്നത്. അത് എങ്ങനെയാണെന്ന്, ഫോക്കസ് റിയൽ ആയിരിക്കും, റിയൽ ഫോക്കസ്. ഇനി അതേപോലെ പടം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റഫായിട്ടൊന്ന് വരച്ചേക്കുക. എന്നിട്ട് അടുത്തത് കോൺകേവ് ഓർ ഡൈവേർജിങ് ലെൻസ് എന്ന ഹെഡിങ് എഴുതുക. കോൺകേവ് ഓർ ഡൈവേർജിങ് ലെൻസ് എന്ന ഹെഡിങ് എഴുതുക. കോൺകേവ് ഓർ ഡൈവേർജിങ് ലെൻസ് എന്ന ഹെഡിങ് എഴുതുക. എന്നിട്ട് എഴുതുക, ഇറ്റ് ഈസ് എ ലെൻസ് ഇൻ വിച്ച് edges are thicker and thin at the middle. അത് നമുക്കറിയാലോ, നമ്മൾ നേരത്തെ വരച്ചാണ്. ഇങ്ങനെയാണ് ആ ലെൻസ് ഇരിക്കുന്നത്. ഇങ്ങനെ കണ്ടോ, എഡ്ജസ് തിക്കറാണ്. കണ്ടോ, ഇവിടെയും കണ്ടോ, ഇവിടെ ഇത്രയും തിക്നെസ് ഉണ്ട്, ഇവിടെ ഇത്രയും തിക്നെസ് ഉണ്ട്. എന്നാൽ ഇവിടെ തിക്നെസ് കുറവാണ്, തിൻ അറ്റ് ദ മിഡിൽ. കേട്ടോ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഡോട്ട് ഇട്ട് എഴുതുക. അത് മറ്റേത് കൺവേർജ് ചെയ്യും, കോൺവെക്സ് കൺവേർജ് ചെയ്യുമെങ്കിൽ ഇതെന്ത് ചെയ്യും, അതിൽ വന്ന് വീഴുന്ന ലൈറ്റ് റേറ്റിൻ്റെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഡൈവേർജ് ചെയ്യും, ഇല്ലേ? ഇറ്റ് ഡൈവേർജസ് എ ബീം ഓഫ് ലൈറ്റ് ഓൺ റിഫ്രാക്ഷൻ ത്രൂ ഇറ്റ്. ഇതിൻ്റെ ഫോക്കസ് വെർച്വൽ ആയിരിക്കും. ശരിക്കും ആക്ച്വലി ഇത് ഒരു റിയൽ ആയിട്ടുള്ള ഫോക്കസ് അല്ല, നമ്മൾ തോന്നുന്ന ഫോക്കസ്, അതാണ് വെർച്വൽ. ഇറ്റ് ഹാസ് എ വെർച്വൽ ഫോക്കസ് ആയിരിക്കും, വെർച്വൽ ഫോക്കസ്. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ മിററിന് കുറേ ടേംസ് അസോസിയേറ്റ് ചെയ്തായിരുന്നു. അത് നമ്മൾ പറഞ്ഞായിരുന്നു, ഡിഫൈൻ ചെയ്തായിരുന്നു. എന്താ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താ, ഒപ്റ്റിക്കൽ സെൻറ്റർ എന്താ, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താ, പോൾ എന്താണ്, പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സും കോൺകേവും ഒക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ അതേപോലെ തന്നെ ടേംസ് അസോസിയേറ്റഡ് വിത്ത് സ്പെറിക്കൽ ലെൻസ് പറയാൻ പോവാണ്. ഓരോന്ന് പറയാം നമുക്ക്. അതിൽ എഴുതിക്കോ, ഹെഡിങ് എഴുതിക്കോ.
ഹെഡിങ് എഴുതിക്കോ. ടേംസ് associated with spherical lens. Terms associated with spherical lens. Terms associated with spherical ലെൻസിനകത്ത് നമുക്ക് പറയാനുള്ളത് ഇതാണ്, നോക്കിക്കോളൂ. സെൻറ്റർ ഓഫ് കർവേച്ചർ, ഒന്നാമത്തേത് സെൻറ്റർ ഓഫ് കർവേച്ചർ. നമുക്കറിയാം ഒരു മിററിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, മിററിൻ്റെ നമുക്കറിയില്ല, മിറർ ഫോം ചെയ്യുന്ന ഒരു സ്ഫെറിക്കൽ സർഫസിൽ നിന്നായിരുന്നു. അതിൻ്റെ സെൻറ്ററിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ രണ്ട് സ്ഫെറിക്കൽ സർഫസിൽ നിന്നാണ് ആ ലെൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്ററിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ് പറയുന്നത്. ഒരെണ്ണം C1 C2 എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ from which lens are made. It is represented by a letter C. Since there are two center of curvature for lenses, we may represent them as C1 and C2. അടുത്തത് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ലെൻസിൻ്റെ നമ്മുടെ മിററിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്നതായിരുന്നു, ഇപ്പോൾ ലെൻസിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ഇമാജിനറി ലൈൻ എഴുതിക്കുക. ഞാനെല്ലാം വരച്ച് കാണിക്കാം. ഇമാജിനറി സ്ട്രെയിറ്റ് ലൈൻ passing through the two centers of curvature of a lens. An imaginary straight line passing through two centers of curvature of lens. അടുത്തത് ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്ററിൽ ദ സെൻട്രൽ പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് കോൾഡ് ഇറ്റ്സ് ഒപ്റ്റിക് സെൻറ്റർ. അടുത്തത് വീണ്ടും പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസും ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചാണ് കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിനെയും രണ്ടായിട്ടാണ് പഠിച്ചത്. ഇവിടെ അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് when the incident rays are parallel to principal axis, they converges at a point after refraction.
after refraction this point where the parallel set of incident ray meets after refraction is called principal focus of convex lens. എഴുതിയോ? എഴുതി. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. When the incident rays are parallel to the principal axis of a concave lens, they diverges they diverge full stop when the refracted ray is produced backward they appear to diverge from a single point. This point from where the refracted rays appears to diverge is called principal focus of a concave lens.
എഴുതി കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രിൻസിപ്പൽ ഫോക്കസ് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. നോക്കിക്കോളൂ, രണ്ടും വരയ്ക്കാം. ചെറുതായിട്ട് വരച്ചാൽ മതി. ഇതേണ്ട ഒരു സൈഡിൽ കോൺവെക്സ് വരയ്ക്കുക, ജസ്റ്റ് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്യുക ചെറുതായിട്ട്. കൃത്യം നടുക്കായിട്ട് അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ, നേരത്തെ പോളായിരുന്നു, ഇപ്പോൾ ഇതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ O മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടും ഒരു ഫോക്കസ് എടുക്കുക, ഇങ്ങോട്ട് സെയിം, അതായത് എത്ര സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3 സെൻറ്റിമീറ്റർ സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടും അതുപോലെ തന്നെ ഒരു ഫോക്കസ്, ഇങ്ങോട്ടേക്ക് ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. കോൺവെക്സിൻ്റേത് ഈ ഫോക്കസും ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിനുമാണ് വാല്യൂ. ഓക്കെ ആണല്ലോ. കോൺവെക്സിൻ്റേത്, കോൺകേവിൻ്റെ ആണെങ്കിൽ ഇപ്പുറത്ത് വരും. അപ്പം പാരലൽ റേസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് പറഞ്ഞത്? പാരലൽ റേസ്, അതിൻ്റെ പാരലൽ റേസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പാരലൽ റേസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് കൺവേർജസ് ടു എ പോയിന്റ് എന്നാണ് പറയുന്നത്. ദിസ് പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ എന്നാണ് പറയുന്നത്, ഇല്ലേ? ഇത് അതിൻ്റെ ആരോ ഇട്ട് കാണിക്കുക. ഉണ്ടോ? ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ. ഇത് ഈ പോയിന്റ്. കാരണം കോൺവെക്സിൻ്റെ എടുക്കുന്ന സമയത്ത് ഈ ഫോക്കസിനും ഈ ഇതിനുമാണ് എന്ത് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ കോൺകേവ് വരയ്ക്കുക. കോൺകേവ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വരയ്ക്കുക. അതിനും എന്ത് ചെയ്യുക? കൃത്യം ഒരു ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിൻ്റെ സെൻറ്ററിൽ കൂടെ പ്രിൻസിപ്പൽ ആക്സിസ് പോകുന്നതായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇവിടെയും കൃത്യം നമ്മൾ മാർക്ക് ചെയ്യുക. എന്താ അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുക. ഒപ്റ്റിക് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഇതേലും പാരലൽ ഇതിൻ്റെ ഫോക്കസ് മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ എഫ്, ഇവിടെ സി, ഇവിടെ എഫ്, ഇവിടെ സി. സ്കൂളിൽ C1 C2 എന്നൊക്കെ പറഞ്ഞാൽ പഠിപ്പിച്ചെങ്കിൽ അങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിച്ച് C1 C2 എന്നൊക്കെ ഇടാം, ഒരു പ്രശ്നവുമില്ല. C1 C2 എന്നൊന്നും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. +2 വരുമ്പോഴത്തേക്കും നമുക്കത് കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്ന് വീണു. എങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇത് റിഫ്രാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ഉണ്ടാകുന്നത്. കണ്ടോ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ഉണ്ടാകുന്നത്. അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു. നമുക്ക് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി ഇവിടെ ഒന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് ഇവിടെ ഒന്ന് ഡൈവേർജ് ചെയ്യുന്നത്. അപ്പോൾ ഡൈവേർജ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഡോട്ടഡ് ഇട്ട് വേണം വരയ്ക്കാൻ. ക്ലിയർ ആണോ? അക്ഷിത, എലീജ? ക്ലിയർ ആണ്. അടുത്തത് റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാം ആണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. റൂൾസ് നേരത്തെ നമ്മൾ റൂൾസ് കഴിഞ്ഞതിനകത്ത് നമ്മൾ റൂൾസ് പഠിച്ചായിരുന്നു. അതാണ് നമ്മൾ ഇനി അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാം. റൂൾസ് for drawing ray diagram. ഒന്നാമത്തെ റൂൾ എന്ന് പറയുമ്പോൾ എ റേ കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് after refraction from a convex lens it passes through the principal focus on the other side of the lens. ഇത് കോൺവെക്സിൻ്റെ ആണ് പറയുന്നത്. ഇനി കോൺകേവിൻ്റെ പറയുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് കോൺകേവ് ലെൻസ് the ray
ray appears ray appears to diverge from the principal focus focus located on the same side of the lens. രണ്ടും റഫായിട്ട് വരയ്ക്കണം. ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. ചെറുതായിട്ട് വരച്ചാലും മതി. ആദ്യം അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫോക്കസ് കൃത്യം ഇരട്ടിയെടുത്ത് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇപ്പുറത്തും ഫോക്കസ് മാർക്ക് ചെയ്യുക, ഇരട്ടിയെടുത്ത് സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്താ C1 C2 F1 F2 ഒന്നും ഇതാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു ഡൗട്ട് തോന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ C1 ഇവിടെ ഇടാം, F1 ഇടാം, F2 ഇടാം, C2 ഇടാം, എങ്ങനെ വേണമെങ്കിലും. ചില സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ F1 C1 ഇപ്പുറത്തെ സൈഡിലായിരിക്കും ഇടുന്നത് കോൺവെക്സിൻ്റെ കേസിൽ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് C1 C2 അങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കാനില്ല. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയായിരിക്കും എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് എഴുതുക? പാരലായിട്ട് വരുന്ന ഒരു ലൈറ്റ് റേ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് കോൺവെക്സിൻ്റെ കേസിൽ. ഇനി കോൺകേവിൻ്റെ കേസിൽ വരച്ചു കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യം എന്താണ്, ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുക, എന്നിട്ട് ഫോക്കസ് മാർക്ക് ചെയ്യുക, ഇപ്പുറത്തും ഫോക്കസ് മാർക്ക് ചെയ്യുക, ഇവിടെയും സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക, ഇവിടെയും സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഒരു ലൈറ്ററെ പാരലായിട്ട് വന്ന് വീണു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇങ്ങനെ ഡൈവേർജ് ചെയ്തു. അപ്പം ഈ പോയിന്റിൽ നിന്ന് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോഴും ഫോക്കസിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഡൈവേർജ് ഫ്രം ഫോക്കസ്, അത് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ആണ്. നമ്മുടെ തോന്നൽ മാത്രമാണ്, ശരിക്കും അങ്ങനെയല്ല ഉണ്ടാകുന്നത്. ശരിക്കും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരൊറ്റ പോക്കാണ് നടത്തുന്നത്. ഇതൊക്കെ റഫായിട്ട് വരച്ചിട്ടാൽ മതി കേട്ടോ. താഴോട്ട് വരയ്ക്കണം, രണ്ടും വരയ്ക്കണം. ഈ നോട്ടിനകത്ത് തന്നെ വളരെ ചെറുതായിട്ട് വരച്ചാൽ മതി. അടുത്തത് രണ്ടാമത്തേത് എ റേ ഓഫ് ലൈറ്റ് passes through principal focus after refraction from a convex lens. It will emerge parallel to the principal axis. A ray of light passes through principal focus after refraction. After refraction from a convex lens, it will emerge parallel to principal axis. നേരെ തിരിച്ച്. അപ്പം അത് മറ്റേതിൻ്റെ ഞാൻ എഴുതുന്നില്ല, അത് ഞാൻ പടത്തിനകത്തൂടെ കാണിച്ചു തരാം. അതായത് ഒരു കോൺവെക്സ് വരയ്ക്കുന്നു, എന്നിട്ട് നേരെ അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു, ഒപ്റ്റിക് സെൻറ്റർ ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, ഇപ്പുറത്തെയും ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് എന്ത് ചെയ്യുക? സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു, ഇതിൻ്റെയും ഇരട്ടി എടുത്തിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒരു ലൈറ്റ് റേ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതായിട്ട് വരയ്ക്കുന്നു. ഫോക്കസിൽ കൂടെ പാസ് ചെയ്തതായിട്ട് വരച്ചു കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ പാരലാവും. റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഇതിനെ പാരലാവും. ഫോക്കസിൽ കൂടെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് പാരലാവും. അതേപോലെ തന്നെ മറ്റേ നമ്മുടെ കോൺകേവിൻ്റെ വരയ്ക്കുവാണെങ്കിൽ സെയിം കൺസെപ്റ്റ് തന്നെ. കോൺകേവിൻ്റെ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ അതേപോലെ തന്നെയാണ്. അതായത് ഒപ്റ്റിക് സെൻറ്റർ, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, ഇവിടെയും അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നേരെ, അതായത് ഇപ്പോൾ ഫോക്കസിന് നേരെയാണ് ഒരു ലൈറ്റ് റേ വരുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് സംഭവിക്കും? ഫോക്കസിന് നേരെയാണ് വരുന്നതെങ്കിൽ അത് റിഫ്രാക്ഷൻ കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇതിനിങ്ങനെ പാരലായി പോകുന്നതാണ്. മനസ്സിലായി? ഇങ്ങനെ വരച്ചു.
അടുത്തത് മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത്, മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, a ray of light passing through optic center of a lens will emerge without any deviation. Will emerge without any deviation. അത് നമുക്ക് വരയ്ക്കാം. എന്താണ് അത്? സിമ്പിളി ഇതേപോലെ തന്നെ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുന്നു. അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഒപ്റ്റിക് സെൻറ്റർ, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. കൃത്യം ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ ഒരു ലൈറ്റ് റേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഡീവിയേറ്റഡ് ആയിട്ട് ഇങ്ങനെ തന്നെ പോകും. അടുത്തതും അതേപോലെ തന്നെ ഒപ്റ്റിക് സെൻറ്റർ, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇവിടെയും അതേപോലെ തന്നെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്ട്രെയിറ്റ് അതേപോലെ തന്നെ പോകും. ആരോ ഇട്ടിരിക്കണം. ഇത്രയുമേ ഉള്ളൂ റൂള്. ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ് ആണ് പഠിക്കാനുള്ളത്. എഴുതിക്കോ, ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ്. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ എന്നോട് പറയാം. ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ്. ഇമേജ് ഫോർമേഷൻ by convex lens. Image formation by convex lens. അതിൽ ഒന്ന് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി വരയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി വരയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? അതായത് നമ്മൾ നേരത്തെ വരച്ച അതേ പടം തന്നെ വരച്ചാൽ മതി. അതായത് നമ്മളൊരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുന്നു, അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് കൃത്യമായിട്ട് വരയ്ക്കുന്നു. ഇത് ഇനി വരയ്ക്കുമ്പോൾ എല്ലാം അളന്ന് വേണം വരയ്ക്കാനേ. ഇവിടെ കൃത്യം ഒപ്റ്റിക് സെൻറ്റർ നമ്മൾ കൃത്യം നടുക്ക് മാർക്ക് ചെയ്യുന്നു. ഇനി കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് റൈറ്റിലോട്ടുള്ള ഫോക്കസാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പം കൃത്യം ഒരു 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടൊരു ഫോക്കസ് വരയ്ക്കുക. വീണ്ടും അതേപോലെ തന്നെ അവിടെ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇങ്ങോട്ടും അതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ ഒരു ഫോക്കസ് വരയ്ക്കുക. ഇവിടെ അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാകുമ്പം നമുക്ക് എന്താണ് ഒരു ആരോ മുകളിലും താഴെയായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വരുന്ന റേസ് പാരലൽ ആയിരിക്കും. അത് നമുക്കറിയാം, നമ്മളവിടെ പഠിച്ചായിരുന്നു. ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് എല്ലാം തന്നെ പാരലലായിരിക്കും. അങ്ങനെ പാരലൽ റേസ് ഇങ്ങനെ വന്ന് ഇതിലോട്ട് വീഴുകയാണ്. പാരലൽ റേസ് ഇതിലോട്ട് വന്ന് വീഴുകയാണ്. അങ്ങനെ വീണ് കഴിഞ്ഞ് റിഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം എന്ത് ചെയ്യും? കണ്ടോ, ഇതെല്ലാം വന്ന് ഈ പോയിന്റിൽ വന്നാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ ലൈറ്റ് റേസ് വന്ന് മീറ്റ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ നേച്ചർ എഴുതേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ആരോ ഇട്ട് കൊടുക്കുക.
നേച്ചർ എഴുതണം, അതിൻ്റെ ഇമേജ് എവിടെയാണെന്ന് എഴുതണം. അപ്പം ഇമേജ് എന്താ, ഇമേജ് അറ്റ് ഫോക്കസ്, അവിടെയും അതേ തന്നെയായിരുന്നു അല്ലേ, മിററിൻ്റെ കേസിൽ അത് തന്നെയായിരുന്നു. ഇനിയും അവിടെ കോൺകേവിൻ്റെ ആയിരുന്നു ഇങ്ങനെ വന്നത്. ഇപ്പം ഇവിടുത്തെ നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഹൈലി ഡിമിനിഷ്ഡ് ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ബ്രാക്കറ്റിൽ പോയിന്റ് സൈസ്ഡ് എന്ന് എഴുതാം. സൈസ്ഡ് കണ്ടോ, വളരെ ചെറിയ സൈസിലാണ് ഇത് ഉണ്ടാകുന്നത്. അടുത്തത് ഒബ്ജക്റ്റ് ബിയോണ്ട് സി. നമ്മൾ ഓൾറെഡി അങ്ങനെയായിരുന്നു പറഞ്ഞത്. അതായത് ഒന്ന് ഇപ്പോൾ ഇൻഫിനിറ്റി, പിന്നെ ബിയോണ്ട് സി, പിന്നെ അറ്റ് സി, പിന്നെ ബിറ്റ്വീൻ എഫ് ആൻഡ് സി, പിന്നെ അറ്റ് എഫ്, പിന്നെ ബിറ്റ്വീൻ എഫ് ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ. അവിടെ ബിറ്റ്വീൻ എഫ് ആൻഡ് പോളായിരുന്നു അല്ലേ. അങ്ങനെയാണ് നമ്മൾ വരച്ചപ്പോൾ ആ ഓർഡറിൽ തന്നെ പഠിക്കുക. ഓക്കെ, അടുത്ത വരയ്ക്കുന്നത് ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആണ്. ഒബ്ജക്റ്റ് ബിയോണ്ട് സി, ഒബ്ജക്റ്റ് ബിയോണ്ട് സി, ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ഒബ്ജക്റ്റ് ബിയോണ്ട് സി വരയ്ക്കുമ്പോൾ ഒന്ന് വരച്ചേക്കണം. അതായത് നമ്മൾ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുന്നു, അതിൻ്റെ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു. കൃത്യം സെൻറ്ററിൽ ഒപ്റ്റിക് സെൻറ്ററാണ്. ഇതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ വരയ്ക്കുന്നു. ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ എടുത്ത് ഫോക്കസ്, ഇങ്ങോട്ടൊരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ. വീണ്ടും ഇങ്ങോട്ടും അതേ സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്നു. ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആണ്. ബിയോണ്ട് സി വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ ഒബ്ജക്റ്റ് സിയുടെ ഇപ്പുറത്തായിട്ട് നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുക, ഒരു ആരോ. ഇനി മുതലുള്ളത് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേ വരയ്ക്കാവൂ. ഇൻഫിനിറ്റി വെക്കുമ്പോൾ മാത്രമേ മുകളിലും താഴെയായിട്ട് വരയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 ലൈറ്റ് റേ എങ്കിലും വരണം. അതിലൊരു ലൈറ്റ് റേ നമ്മൾ പാരലായിട്ട് വരച്ചു, അത് റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നറിയാം. രണ്ടാമത്തെ ലൈറ്റ് റേ നമുക്ക് വേണമെങ്കിൽ ഫോക്കസിൽ കൂടെ വരയ്ക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, റിഫ്രാക്ഷൻ കഴിഞ്ഞ് പാരലാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സിംപ്ലി എന്ത് ചെയ്യാം, നമുക്ക് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരയ്ക്കാം. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരയ്ക്കുമ്പോൾ എന്താ, ഇത് ഇങ്ങനെയായിരിക്കും പോവാം, പിന്നെ ഇങ്ങനെ പോകും കണ്ടോ. അപ്പം ഇങ്ങനെ ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ വരുന്നു. അതേപോലെ ഇത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകുമ്പോൾ അൺഡിവൈറ്റഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇത് രണ്ടും തന്നെ ഇവിടെ ജോയിൻ ചെയ്തു കണ്ടോ. അപ്പോൾ ഇതിൻ്റെ തലയാണല്ലോ ആരോ ഹെഡ്, അതിൻ്റെ റേ തന്നെ ഇവിടെ ഇങ്ങനെ തല തിരിഞ്ഞാണ് വന്നത്, താഴെയാണ് വന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇമേജ്. അപ്പോൾ ഇവിടെ ഇമേജ് എന്തായിരിക്കും, ഇമേജ് ബിറ്റ്വീൻ എന്താണ്, എഫ് ആൻഡ് സി. ഇമേജ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ്. ഇമേജ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി. അതേപോലെ തന്നെ എന്താണ്, നേച്ചർ എന്ന് പറയുമ്പോൾ റിയൽ ആണ്. അതേപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ്, തലതിരിഞ്ഞാണ്. സൈസ് നോക്കിയേ, ഈ സൈസ് വെച്ച് നോക്കുമ്പോൾ ഈ സൈസ് വളരെ ചെറുതാണ്, അപ്പോൾ സ്മോൾ സൈസാണ്. അടുത്തത് ഒബ്ജക്റ്റ് അറ്റ് സി ആണ്.
ഒബ്ജക്റ്റ് അറ്റ് സി, ഒബ്ജക്റ്റ് അറ്റ് സി. ഇത് വരച്ചോ, ശ്രേയ വരച്ചോ, ശ്രേയ, എലിജ, വരച്ചു. അക്ഷിത. എലിജ ഉണ്ടോ ഇവിടെ? എലിജ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തത് ഒബ്ജക്റ്റ് അറ്റ് സി ആണ്. ഒബ്ജക്റ്റ് അറ്റ് സി എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കോളൂ, ഇത് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ഒരു കോൺവെക്സ് വരയ്ക്കുന്നു. കോൺവെക്സ് വരച്ചിട്ട് വേണ്ട നമ്മൾ അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ കൃത്യം, പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചിട്ട് കൃത്യം അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. വീണ്ടും ഫോക്കസ് വരയ്ക്കുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ വരയ്ക്കുന്നു. അതേപോലെ തന്നെ എന്താ, ഇവിടെയും ഫോക്കസ്, ഇവിടെയും സെൻറ്റർ ഓഫ് കർവേച്ചർ. അറ്റ് സി ആണ്. ഇപ്പോൾ ഒരു ആരോ ഹെഡഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചു. ഒരു ലൈറ്റ് റേ തന്നെ ഇങ്ങനെ പാരലായിട്ട് വരുന്നു. അത് ഫോക്കസിൽ കൂടെ പോകുന്നതായിട്ട് വരച്ചു. അടുത്ത ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരച്ചു. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരച്ചപ്പോൾ തന്നെ കൃത്യം നോക്കിയോ, ഈ സി ഇരിക്കുന്നിടത്ത് തന്നെയാണ് അത് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ആയിരിക്കും കേട്ടോ തല തിരിഞ്ഞ് ഇമേജ് തന്നെ ഇവിടെ ആയിരിക്കും ഉണ്ടാകുക. ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ സൈസും നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യം അളവെടുത്ത് വരയ്ക്കുകയാണെങ്കിൽ കൃത്യം തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ഇമേജ് എന്തായി, ഇമേജ് അറ്റ് സി തന്നെയാണ്. ഇതും റിയലാണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസാണ്. അടുത്തത് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ വെച്ചു. ഇനി ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ലെൻസ് വരയ്ക്കുന്നു. അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. O മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഫോക്കസ് മാർക്ക് ചെയ്യുന്നു. സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. വീണ്ടും ഫോക്കസ് മാർക്ക് ചെയ്യുന്നു. വീണ്ടും സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. എന്താണ് അതിൻ്റെ ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിൽ നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ടുവെക്കുന്നു. അതിൻ്റെ ഒരു ലൈറ്റ് റേ തന്നെ നമ്മളിങ്ങനെ പാരലായിട്ട് വരയ്ക്കുന്നു. റിഫ്ലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ ഫോക്കസിൽ കൂടെ പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരയ്ക്കുന്നു. കണ്ടോ, അത് നേരെ ജോയിൻ ചെയ്ത് കണ്ടോ, സിയുടെ അപ്പുറത്തായിട്ടാണ്. അപ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് സി വെച്ചപ്പോൾ ബിയോണ്ട് സി ആണ് നമ്മുടെ ഇമേജ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമേജ് ബിയോണ്ട് സി ആണ്. അതേപോലെ തന്നെ എന്താണ്, റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. സൈസ് എന്താ, സൈസ് ലാർജ് ആണ്, എൻലാർജ്ഡ് അല്ലെങ്കിൽ ലാർജ് ഇൻ സൈസ് എന്ന് എഴുതിയാലും മതി. എൻലാർജ്ഡ് എന്ന് എഴുതാതെ, എൻലാർജ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ലാർജ് ഇൻ സൈസ്. ലാർജ് ഇൻ സൈസോ എൻലാർജ്ഡ് ഒന്നും എഴുതാൻ കേട്ടോ. ഇനി നമ്മൾ ബിറ്റ്വീൻ എഫ് ആൻഡ് സി വെച്ചു. ഇനി എഫിലാണ് വെക്കുന്നത് ഒബ്ജക്റ്റ്. നോക്കിക്കോളൂ, എഫിൽ വെക്കുന്ന സമയത്ത് ഇതുണ്ട് ഇങ്ങനെ ഒബ്ജക്റ്റ് അറ്റ് എഫ് ആണ്. അപ്പം വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു, ഒപ്റ്റിക് സെൻറ്റർ വരയ്ക്കുന്നു. അതേപോലെ അതിൻ്റെ ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. ഇനിയും നമ്മൾ എഫിൽ കൊണ്ടൊരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. അതിൻ്റെ ഒരു ലൈറ്റ് റേ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ലൈറ്റ് റേ പാരലായിട്ട് ഇങ്ങനെ വരുന്നു. റിഫ്ലക്ഷൻ കഴിഞ്ഞ് അത് ഫോക്കസിൽ കൂടെ പോകുന്നു. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ പോകുന്നു. ഇത് ഒരിക്കലും ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്, അത് പാരലായിട്ടാണ് പോകുന്നത്. അപ്പോൾ പാരലായിട്ട് പോകുന്നു പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ എവിടെയെങ്കിലും ചിലപ്പോൾ തമ്മിൽ മുട്ടിയിട്ട് ഇമേജ് ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഇമേജ് തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് കണ്ടോ. അപ്പോൾ ഇമേജ് ഭയങ്കര വലിയ ഇമേജ്, ഒരു മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. ഓക്കെ, അപ്പം ലൈറ്റ് റേയുടെ ആരോസ് ഒക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ ആരോസ് ഇട്ടില്ല, ഒന്നിനകത്ത് ആരോസ് ഇടണം. ആരോസ് ഇട്ടില്ലെങ്കിൽ തെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ആണ്. ഇത് റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. ഒന്നുകിൽ ഹൈലി എൻലാർജ്ഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് എന്ന് എഴുതാം, ഹൈലി എൻലാർജ്ഡ് എന്ന് എഴുതാം. ഇനി ഒരു റേ ഡയഗ്രാം മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ, ഈ ഇമേജ് മാത്രമേ ഉള്ളൂ വെർച്വലായിട്ട്. അപ്പം വെർച്വൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ മിററിനകത്ത് വെർച്വൽ ഇമേജ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, മിററിൻ്റെ അകത്തായിരിക്കും അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നതെന്ന്. ഇവിടെ അപ്പോൾ എവിടെ ആയിരിക്കും എന്നറിയോ, ഇവിടെ ലെൻസിൻ്റെ അകത്തൂടെ നോക്കിയാൽ മാത്രമേ ആ ഇമേജിനെ കാണാൻ പറ്റത്തുള്ളൂ. ലെൻസിൻ്റെ പുറത്ത് ആ ഇമേജ് കാണത്തില്ല. ലെൻസിൻ്റെ ഇതുവരെയുള്ള ഇമേജുകളെല്ലാം നിങ്ങൾക്ക് ഈ ലെൻസിൻ്റെ പുറത്ത് ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ കാണാമായിരുന്നു,
ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ കാണാമായിരുന്നു, അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ കാണാമായിരുന്നു, അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ കാണാമായിരുന്നു. പക്ഷേ ഇനി വരയ്ക്കാൻ പോകുന്ന ഇമേജ് സ്ക്രീൻ വെച്ചാൽ കാണത്തില്ല. പക്ഷെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുമെങ്കിലും സ്ക്രീൻ വെച്ചാൽ കാണത്തില്ല. അത് ലെൻസിനകത്തോടെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതായത് അത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ലെൻസ് വരയ്ക്കുന്നു. എന്താണ് ഒപ്റ്റിക് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു. ഒപ്റ്റിക് സെൻറ്റർ കൃത്യം മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഫോക്കസ് കൃത്യം മാർക്ക് ചെയ്യുന്നു. ഇരട്ടിയെടുത്ത് ഒപ്റ്റിക് സെൻറ്റർ ഒപ്റ്റിക് സെൻറ്ററല്ല, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇവിടെയും അതേപോലെ തന്നെ ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഒരു ലൈറ്റ് റേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബിറ്റ്വീൻ എഫ് ആൻഡ് ബിയിൽ ഒരു ലൈറ്റ് റേ നമ്മൾ കൊണ്ടുവെക്കുന്നു. നമുക്കറിയാം ഒരു ലൈറ്റ് റേ പാരലായിട്ട് എന്തായാലും വന്നു കഴിഞ്ഞാൽ അത് നേരെ ഫോക്കസിൽ കൂടെ പോകും. ഇനിയും അടുത്തത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകുന്നത്. ഇത് ഒരിക്കലും കണ്ടു, ഇതിങ്ങനെ വി പോലെ പോകുന്നത്. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇൻഫിനിറ്റി ചെന്നിട്ട് മുട്ടത്തില്ല. അപ്പോൾ ഇതിനെ മുട്ടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. കണ്ടോ, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതേണ്ട ഇവിടെ ആയിരിക്കും അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമേജ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ കാണാമല്ലോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. ഇവിടെ നിങ്ങൾ വന്നിട്ട് ഈ ലെൻസ് ഇവിടെ നിങ്ങളുടെ കണ്ണ് കൊണ്ട് തന്നെ ഇവിടെ വെക്കണം. കണ്ണ് കൊണ്ട് ഈ ലെൻസിനകത്തൂടെ നോക്കിയാൽ മാത്രമേ ഈ ഇമേജിനെ കാണത്തുള്ളൂ. കൈ നോട്ടക്കാരൊക്കെ കൈ നോക്കുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലെ പ്രായമുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എന്താ, അവർക്ക് ആ മരുന്നിൻ്റെ വില കാണാൻ വേണ്ടി ലെൻസ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഇമേജ് ശരിക്കും ഇമേജ് ഫോംഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റ്. ബട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിയലി കാണാൻ പറ്റത്തില്ല, വെർച്വലാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്തെന്ന് എഴുതാം, വെർച്വൽ. അതേപോലെ തന്നെ ഇറക്റ്റാണ്. കണ്ടോ, തലമുകളിൽ തന്നെ രണ്ടിൻ്റെയും ഇറക്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ എൻലാർജ്ഡ്. ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ് ഉണ്ട്. അതിൻ്റെ നേരത്തെ അവിടെ നമ്മൾ രണ്ടെണ്ണേ പഠിപ്പിച്ചുള്ളായിരുന്നു, ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ. അതേപോലെ തന്നെ ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ലെൻസ് ഫോർമുല, പിന്നെ അതേപോലെ മാഗ്നിഫിക്കേഷൻ, പിന്നെ പവർ പഠിക്കാനുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുടെ നമുക്ക് ന്യൂമറിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അതും കൂടെ ഒന്ന് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. അപ്പോൾ അതായത് ഫ്രൈഡേയും കൊണ്ട് ഈ ചാപ്റ്റർ തീരുമെന്നർത്ഥം. പിന്നെ നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ കൂടെ ചെയ്യാം. അന്ന് നമുക്കൊരു അരമണിക്കൂർ മതിയായിരിക്കും ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി തീർക്കാൻ. പിന്നെ ഒരു അരമണിക്കൂറോടെ കിട്ടും, അത് നമുക്ക് ന്യൂമറിക്കൽ ഡിസ്കസ് ചെയ്യാം. ഇത് വരച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ നിർത്താം.